അവോധയിൽ എന്ന് പറയുന്ന ബേസ് തൊട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആർക്കും ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കാം. ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് ഇന്റർവ്യൂക്ക് പോയപ്പോൾ നമ്മുടെ ഇവർ പ്രിപ്പയർ ചെയ്ത ഒരു 90% ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെ നിന്നും ചോദിച്ചത്. ഇയർലി 3 lakhിനടുത്ത് വരുന്നുണ്ട്. പിന്നെ ട്രെയിനിങ് ടൈമിൽ നമുക്ക് സെയിം സാലറിന് തരുന്നു. ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ കരിയർ ടോക്ക് എന്നോടൊപ്പം നൈൽ ഹോസ്പിറ്റലിലെ പ്ലേസ്ഡ് ആയിട്ടുള്ള വേറൊരു സ്റ്റുഡൻറ്റും ഉണ്ട്, വിബിത. ഹലോ വിബിത, വെൽക്കം ടു കരിയർ ടോക്സ്. ഓക്കെ, സോ വിബിതയുടെ സ്ഥലം എവിടെയാണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ പേര് വിബിത. എൻ്റെ പേര് ചേലക്കരയാണ്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയായിട്ട് ഞാനാണുള്ളത്. ഞാനിപ്പോൾ ഇവിടെ നൈൽ ഹോസ്പിറ്റലിൽ ട്രെയിനിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ വിബിത ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നൊരു കോഴ്സ് എടുക്കാനുള്ളൊരു റീസൺ എന്തായിരുന്നു? എനിക്ക് ഓൾറെഡി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഫീൽഡ് പറഞ്ഞാൽ എനിക്ക് മെഡിക്കലായിട്ട് എന്തായാലും പറ്റില്ല. പിന്നെ അതുകൊണ്ട് തന്നെ നോൺ മെഡിക്കൽ ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് പിന്നെ ഞാനിവിടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എടുക്കാൻ കാരണം. അപ്പോൾ നേരത്തെ എന്താ പഠിച്ചിരുന്നത്? ഞാൻ ഡിപ്ലോമ കോഴ്സാണ്. ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ആണ്. പിന്നെ അത് എൻ്റെ അക്കൗണ്ടിങ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ നോൺ മെഡിക്കൽ ആയതുകൊണ്ട് ഓക്കെ, ഇപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ടൈമിൽ എങ്ങനെ അബോധയെ പറ്റി അറിഞ്ഞു? എങ്ങനെ? പക്ഷെ എൻ്റെ ഫ്രണ്ടാണ് ഇത് പറഞ്ഞത്. അവൾ ഓൾറെഡി ഇതിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അവളാണ് പറഞ്ഞത് ഇങ്ങനെ ഉണ്ട് പറഞ്ഞിട്ട് അയച്ചു തന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ എന്തായാലും ഒരു കോഴ്സ് എന്തായാലും എടുക്കണം. കാരണം വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് എന്തായാലും കോഴ്സ് എടുക്കണം നോക്കിയപ്പോഴാണ് അവളെ പറ്റി അവൾ പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി പിന്നെ എനിക്ക് അങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവളെ പറ്റിയിട്ട് അവിടെ ഞാൻ സ്റ്റുഡൻ്റ് ആയത്. അവോധയിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ് എടുത്തിട്ട് അവോധയിലെ ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് എല്ലാം റെക്കോർഡിംഗ് ക്ലാസ്സാണ്. നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് നമുക്ക് ബാങ്കിൽ ചോദിക്കാം. അപ്പോൾ അവർ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ ടൈമിനനുസരിച്ചിട്ട് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യും. ഞാനിപ്പോൾ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ചില ടൈം കസ്റ്റമേഴ്സിലായ ടൈമിലാണ് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. പിന്നെ നമുക്ക് നൈറ്റ് ആണെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം. സോ അപ്പം നേരത്തെ വർക്ക് ചെയ്യായിരുന്നല്ലേ? എവിടെ വർക്ക് ചെയ്തിരുന്നേ? സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിരുന്നു. ഓക്കെ, സോ അപ്പം എങ്ങനെ ഈ ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്തിരുന്നേ? ഫ്രീ ടൈം എത്ര ടൈം കിട്ടാറുണ്ടായിരുന്നു ക്ലാസ് കാണാനായിട്ട്? ഫ്രീ ടൈം നമുക്കിപ്പോൾ ഫോട്ടോഗ്രാഫിയാണ് അവിടെ. അപ്പോൾ ജസ്റ്റ് കസ്റ്റമേഴ്സ് വരുമ്പോൾ മാത്രം നമുക്ക് ഒന്ന് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ ഫ്രീ ടൈം നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഒരു എത്ര ക്ലാസ്സാണ് കാണാൻ പറ്റും ഒരു ദിവസം? ഞാൻ 3 ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. ഓക്കെ, എത്ര ടൈം കൊണ്ട് തീർക്കാൻ പറ്റും? 3 മാസം എടുത്തോ? 3 മാസത്തിൽ കൂടുതലായിരുന്നോ? അതോ? അത് 3 മാസം എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാരണം 3 മാസമാണ് ഞാൻ സ്റ്റുഡിയോ വർക്ക് ചെയ്തത്. ആ ടൈമിലാണ് ഞാൻ ഇവിടെയും ക്ലാസ് അറ്റൻഡ് ചെയ്തത്. പിന്നെ എനിക്ക് ഇപ്പോൾ വർക്കിംഗ് ടൈമിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഞാനൊരു വീട്ടിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യായിരുന്നു. എന്തെങ്കിലും പഠിക്കുന്ന ടൈമിൽ ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നോ ക്ലാസ് കാണുന്നതിനിടയ്ക്ക്? നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം റെക്കോർഡിംഗ് ക്ലാസ് ആണെങ്കിൽ പോലും ക്ലിയർ ആയിരുന്നു. ഡൗട്ട് ക്ലിയർ സെഷൻ എപ്പോഴും അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ലൈവ് സെഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ നോട്ട്സ് നമ്മൾ തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡൗട്ട്സ് ഒന്നും വരാറില്ല. ഓക്കെ, അപ്പോൾ ഗ്യാപ്പ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നോ? ഗ്യാപ്പിൽ എന്തായിരുന്നു ഒരു പ്രൊസീജിയർ വരുന്നത്? ആദ്യം വാക്കൻസി ഷീറ്റിൽ പോയി നമ്മൾ ആദ്യം ജോബ് ഐ ഡി എടുക്കുന്നു. അവിടുന്ന് നമ്മൾ ഗൂഗിൾ മീറ്റ് ആയിരിക്കും. അതിൽ ഡിസ്കഷൻ ആയിരിക്കും. അതിൽ നമ്മൾ ജോബ് ഐ ഡി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം സെലക്ഷൻ ഉണ്ടാവും. എന്നിട്ട് നമ്മളതിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫിൽ ചെയ്യുക. പിന്നെ നമുക്ക് ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മെയിൽ വരും. പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയായിരുന്നു. സോ അപ്പം ഈ ഹോസ്പിറ്റലിലേക്ക് പ്ലേസ് ആകുമ്പോൾ ഇവിടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു? ഇന്റർവ്യൂ എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ? ഇവിടുത്തെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? പാടായിരുന്നതോ? ഗ്യാപ്പിൽ അതേ കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു? കുറച്ചുകൂടി ഈസി ആയിരുന്നല്ലേ? സോ അപ്പോൾ ഈ ഹോസ്പിറ്റലിലെ വർക്കിംഗ് കൾച്ചറൊക്കെ എങ്ങനെയുണ്ട്? നൈസാണ്. കാരണം സ്റ്റാഫ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ് ആണ്. സ്റ്റാഫ് ആണെങ്കിലും നമുക്കിപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോലും ജസ്റ്റ് ഒരു പേര് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ട് നിൽക്കുന്നത്. വിവിധ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ടൈമായി? മൺഡേ ആണ് ജോയിൻ ചെയ്തത്. 5 days. വർക്കിംഗ് ടൈം വരുന്നത് എത്രയാണ്? 9 to 5 ആണ് ട്രെയിനിങ് സ്റ്റാഫിന്റെ ടൈം. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോൾ ലാബ് റൂമാണ്, രജിസ്ട്രേഷൻ. ഓക്കെ, സോ അപ്പം ഒരു ഫ്രഷറായിട്ട് എങ്ങനെയുണ്ട്? എല്ലാം നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്യുന്നില്ല? സ്റ്റാഫ് എല്ലാം ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, പഠിക്കാൻ പറ്റുന്നില്ലേ കാര്യങ്ങളായി? സോ അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ എന്തായാലും 2800 എന്നൊരു ഫീസ് സ്ട്രക്ചർ കേട്ടാണ്. സോ അപ്പം തോന്നിയിരുന്നു ഈ 2800 രൂപ ഞാൻ കോഴ്സ് പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നൊരു ഡൗട്ട് തോന്നിയിരുന്നു. പിന്നീട് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആണ്. പിന്നെ നമുക്കിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഡൗട്ട്സ് ഉണ്ടോ ചോദിച്ചിട്ട് ഓൾറെഡി അവിടെ നമുക്ക് വിളിക്കായിരുന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് സാലറി കിട്ടിയിട്ട് അതിനാണ് നമുക്ക്
പ്ലേസ്മെന്റ് സെല്ലിന്റെ കോർഡിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ? അവർ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കും. ഇപ്പോൾ നമുക്ക് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ അവർ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ പ്ലേസ്മെന്റ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് അവർ ഇന്റർവ്യൂ വിളിച്ചിട്ട് ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്നെ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി, അവർ അന്വേഷിച്ച് പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ കോൺടാക്ട് ചെയ്തായിരുന്നു. വിവിധ ഇത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന വലിയ താങ്ക്സ് ഉണ്ട്. ഓക്കെ, വർക്കിംഗ് അവർ ആയിരുന്നു നമുക്കറിയാം. ആ ടൈം നമുക്ക് വേണ്ടി ഇത്ര നേരം മാറ്റി വെച്ചതിന് വലിയ താങ്ക്സ് ഉണ്ട്. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ്.